കാസർഗോഡ് അമ്പലത്തറയിൽ കൂട്ടബലാത്സംഗത്തിനിരയായ പെൺകുട്ടിയെ കാണാതായ കേസിൽ അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന് പരാതി. അന്വേഷിക്കാനെത്തിയ പോലീസുകാർ പരാതിക്കാരെ പ്രതികളാക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്ത പ്രതികൾക്ക് കേസിൽ ബന്ധമുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നില്ലെന്നും കുടുംബം ആരോപിക്കുന്നു. 2012 പെൺകുട്ടിയെ കാണാതായത്. 24 എക്സ്ക്ലൂസീവ്. ആ സാറുമ്പോൾ നമ്മളെ രണ്ടാളും കൂട്ടിക്കൊണ്ടുപോയിട്ട് മദ്യങ്ങൾ നമ്മളെ കൈമുള്ള പൈസ എല്ലാം കംപ്ലീറ്റ് ഊറ്റി കുടിച്ചു. രഘു തോന്നിയ കക്ഷി അയാളും മദ്യപിച്ചു. ഭയങ്കര ഭീഷണിയാണ് പുള്ളിക്കാരൻ. ഞാനാണ് എൻ്റെ പെങ്ങളെ കൊന്നതെന്നാണ് അവർ പറയുന്നത്. പക്ഷെ നമ്മളങ്ങനെ ഒരു തെറ്റ് നമ്മൾ ചെയ്തിട്ടില്ല. ജയിലിൽ പോയിരുന്നു. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷമാണ് കുട്ടീനെ കാണാതാണ്. നമ്മളെ സംശയം അവർ പ്രതികളെന്തോ ചെയ്തെന്നാണ് നമ്മളെ ഒരു കണക്കൂട്ടൽ. ജോർജിൻ്റെ വീട്ടിൽ പണിക്ക് പോയ സമയത്താണ് അവിടെ നിന്നാണ് ഈ റേപ്പും കാര്യങ്ങളും നടന്നത്. അവർക്ക് അല്ല അവരുടെ അടുത്തുള്ള തെളിവും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ അവരെ അന്വേഷിക്കുന്നില്ല. നമ്മളെ എപ്പോഴും പിടിപ്പിച്ചുകൊണ്ടിരിക്കുക. അരുൺ പാറക്കൽ വാർത്തകൾ. അരുൺ, ആ സഹോദരൻ ആണെങ്കിൽ സഹോദരന്റെ ആരോപണത്തിന് ശരിയാവണ്ണം യുക്തിയുണ്ട്. പ്രതികൾ ജയിലിൽ ഇറങ്ങിയതിനു ശേഷം പെൺകുട്ടിയെ കാണാതായി എന്ന് പറയുമ്പോൾ ഉറപ്പായും അവർക്ക് അങ്ങനെ സംശയിക്കാം. എന്തുകൊണ്ടാണ് പോലീസിന്റെ അന്വേഷണം ആ വഴിക്ക് പോവാതെ ഈ പരാതിക്കാരെ പ്രതികളാക്കാനുള്ള ഗൂഢനീക്കം നടക്കുന്നത്? അരുൺ, ഹാഷ്മി, 2012 ഈ അമ്പലത്തറ മുണ്ടപ്പള്ളം സ്വദേശിയായ ഒരു ദളിത് പെൺകുട്ടിയെ കാണാതാവുന്നത്. ഇതുമായി ബന്ധപ്പെട്ട സഹോദരൻ അമ്പലത്തറ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. പക്ഷേ ലോക്കൽ പോലീസ് ആദ്യഘട്ടത്തിലൊക്കെ ഈ കേസന്വേഷണം നടത്തി. അതിനുശേഷം പോലീസ് ഒരു നിഷ്ക്രിയത്വം ഈ കേസിൽ കാണിക്കുന്നു എന്നാണ് ഇപ്പോൾ സഹോദരനും അതുപോലെ തന്നെ കുടുംബവും ആരോപിക്കുന്നത്. ഇതിന് പുറകിലുള്ള കഥ, ഈ കാണാതാവുന്നതിന് 8 വർഷം മുൻപ്, അതായത് 2004 ഈ കുട്ടി ഒടയഞ്ചാലിൽ ഒരു ജോർജ് എന്നയാളുടെ വീട്ടിൽ പണിക്ക് നിൽക്കവേ അവിടെ വെച്ച് കൂട്ടബലാത്സംഗത്തിനിരയായി. അന്ന് 3 പ്രതികളാണ് ഇതിലുണ്ടായത്. ഒടയഞ്ചാൽ സ്വദേശികളായ സെബാസ്റ്റ്യൻ, വിനോദ്, വിനു എന്നിവരായിരുന്നു ഈ പ്രതികൾ. ഈ പ്രതികൾ റിമാൻഡിൽ കഴിഞ്ഞതിന് ശേഷം പുറത്തിറങ്ങിയതിന് ശേഷമാണ് ഈ കുട്ടിയെ കാണാതായത് എന്നാണ് ഈ കുടുംബം ആരോപിക്കുന്നത്. അതിന് പോലീസിന് കൃത്യമായ മൊഴികളും കിട്ടിയിട്ടുണ്ട്. ഈ പറയുന്ന പ്രതികളിൽ ഒരാളുടെ ആളൊഴിഞ്ഞ ഒരു സ്ഥലത്ത് ഒരു പറമ്പിൽ ഒരു കിണറുണ്ടായിരുന്നു. ആ കിണർ ഈ പെൺകുട്ടിയെ കാണാതായ സമയത്ത് അത് മൂടപ്പെട്ട നിലയിൽ കാണപ്പെട്ടു എന്ന് പോലീസിന് കൃത്യമായ മൊഴി ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ആ മൊഴിയൊന്നും തന്നെ പോലീസ് പരിശോധിച്ചില്ല. ആ കിണറോ ആ പ്രദേശങ്ങളോ സംശയാസ്പദമായ ആ സ്ഥലങ്ങളോ ഒന്നും തന്നെ പോലീസ് പരിശോധിച്ചില്ല. മാത്രമല്ല ഈ പ്രതികളെ ചോദ്യം ചെയ്യില്ല എന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പോലീസ് ചെയ്തത് ഈ ദളിത് കുടുംബത്തെ, ഈ പട്ടികവർഗ കുടുംബത്തെ നിരന്തരമായി പീഡിപ്പിക്കാനാണ്. ഇവരെ മാനസികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു. ഈ സഹോദരനെ കേസിൽപ്പെടുത്താൻ ശ്രമിച്ചു. സഹോദരനാണ് ഈ പെൺകുട്ടിയെ കൊലപ്പെടുത്തി എന്നൊക്കെ പോലീസ് ചിത്രീകരിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു എന്നാണ് ഇപ്പോൾ ഈ കുടുംബം ആരോപിക്കുന്നത്. 2015-16 കാലഘട്ടത്തിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷിച്ചു. പക്ഷേ ആ ഘട്ടത്തിലും ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതികളിലേക്ക് എത്താൻ പോലീസിന് സാധിച്ചില്ല. പോലീസിന് കൃത്യമായ മൊഴി ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ട്. നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ ആരാണ്, എങ്ങനെയാണ് ഈ കുട്ടി ഈ തിരോധാനം ഉണ്ടായത് എന്ന കാര്യങ്ങളൊക്കെ തന്നെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അതേക്കുറിച്ചുള്ളൊരു കൃത്യമായ അന്വേഷണം നടന്നില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു കാര്യം. മാത്രമല്ല ഈ ജില്ലാ ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷിച്ചിരുന്ന ഘട്ടത്തിൽ ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവിയുടെ അനുമതിയോടുകൂടി ജില്ലാ ക്രൈം റെക്കോർഡ് ബ്യൂറോ DYSP കേസ് അന്വേഷിക്കുകയാണ്. പക്ഷേ അതിനിടയിൽ തിടുക്കപ്പെട്ട് ജില്ലാ ക്രൈംബ്രാഞ്ച് ഈ കേസ് സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് വിടണമെന്ന് ശുപാർശ ചെയ്തിരിക്കുന്നു എന്നാണ്. എന്തായാലും അട്ടിമറി നീക്കം ഇതിൽ സംശയിക്കുന്നുണ്ട് ഹാഷ്മി. അരുൺ പാറക്കൽ വിവരങ്ങൾ നൽകുകയായിരുന്നു. കൂട്ടബലാത്സംഗം ചെയ്ത തിനിരയായ പാവം പെൺകുട്ടിയെ കാണാതായിരിക്കുന്നു. അതിൽ ഈ പ്രതികളാണ് കാരണക്കാരെന്ന് കുടുംബം എന്ന് പരാതിക്കാർ സംശയിക്കുന്നു. പക്ഷേ പരാതിക്കാരെ പ്രതികളാക്കാൻ പോലീസ് നീക്കം നടത്തുന്നു എന്നതാണ് അവരുടെ ആരോപണം. എന്താണെന്ന് വാർത്ത കേൾക്കുന്ന സംവിധാനങ്ങൾ പരിശോധിക്കട്ടെ.